എത്ര ബലം പിടിച്ചിരിക്കുന്ന ഒരു ആൾക്കൂട്ടത്തെയും ഒരു മിനിറ്റ് കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കാൻ കഴിയുന്ന മിമിക്രി താരം. ഏത് വേഷവും സ്വാഭാവികമായിട്ട് ചെയ്യാൻ കഴിവുള്ള നടൻ. കലാഭവൻ നവാസ് ഓർമ്മയാകുമ്പോൾ ബാക്കിയാവുന്നത് ചിരിയുടെ ഒരു വസന്തമാണ്. പാലക്കാടൻ സ്ലാങ് വെച്ചുള്ള ചില നമ്പറുകളായിരുന്നു നവാസിന്റെ മാസ്റ്റർ പീസ്. അതോടൊപ്പം ശബ്ദാനുകരണത്തിലും അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു. സഹോദരനായ നിയാസ് ബക്കറിനൊപ്പം വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ചില മിമിക്രി കാസറ്റുകൾ കണ്ടാൽ ഇപ്പോഴും ചിരിച്ചു മണ്ണ് കപ്പും. സ്പോട്ട് നർമ്മങ്ങളായിരുന്നു നവാസിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഉത്സവ പറമ്പുകളിലെ സൂപ്പർ സ്റ്റാറായ ഒരു സ്റ്റാർഡപ്പ് കൊമേഡിയൻ കൂടിയായിരുന്നു നവാസ്. ആർക്കും എളുപ്പത്തിൽ കഴിയാത്ത ഒരുപാട് നമ്പറുകൾ നവാസിന്റെ കയ്യിലുണ്ടായിരുന്നു. ആണിന്റെയും പെണ്ണിന്റെയും ശബ്ദത്തിൽ ഒരുപോലെ പാടുക, ഏത് പാട്ടിന്റെയും അനുപല്ലവി കിട്ടിയാൽ പല്ലവി പാടുക, ഹന്ത്യാക്ഷരി, ടങ് ട്വിസ്റ്റർ, അങ്ങനെ പോകുന്ന നമ്പറുകളുടെ നീണ്ട നിര. നല്ല ഗായകന് കൂടിയാണ് നവാസ്. സിനിമ ഡയലോഗുകൾക്ക് സ്പോട്ട് ഡബ് ചെയ്യുക എന്നിവയിലൂടെയൊക്കെ അദ്ദേഹം വേദികൾ കയ്യിലെടുത്തു. സിനിമാ താരങ്ങളുടെ ശബ്ദം അദ്ദേഹം ചെയ്യുമ്പോഴുള്ള ആ ഒരു പെർഫെക്ഷൻ ഒന്ന് വേറെ തന്നെയായിരുന്നു. തൃശൂരിലെ വടക്കാഞ്ചേരി എന്ന ഒരു ഗ്രാമത്തിലാണ് കലാഭവൻ നവാസ് ജനിച്ചത്. ബാപ്പ അബൂബക്കർ അറിയപ്പെടുന്ന ഒരു നാടക നടനായിരുന്നു. പിന്നീട് അദ്ദേഹം സിനിമയിലും എത്തി. ആധാരം, വാത്സല്യം എന്നീ സിനിമകളിലെ അബൂബക്കറിന്റെ പ്രകടനം മറക്കാൻ കഴിയില്ല. മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതയാകുന്നത്. കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായതോടെയാണ് സഹോദരൻ നിയാസ് ബക്കറിനോടൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട്. 1995 ചൈതന്യ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ജൂനിയർ മാൻഡ്രേക്ക്, അമ്മ അമ്മായിയമ്മ, മീനാക്ഷി കല്യാണം, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദാമാമ, മൈ ഡിയർ കരടി, വൺമാൻ ഷോ, വെട്ടം, ചട്ടമ്പി നാട്, കോബ്ര, ABCD, മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, മീരാനാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിലെ കാരണവരുടെ ഒരു സീരിയസ് ക്യാരക്ടർ ഇതുവരെ നവാസ് ചെയ്യാത്ത ഒരു വേഷമായിരുന്നു. കോമഡി റോളുകൾ വിട്ട് സീരിയസ് റോളുകളിൽ അദ്ദേഹം മാറാനുള്ള ശ്രമത്തിലുമായിരുന്നു. സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും നവാസിനുമില്ലായിരുന്നു. കൂടുതൽ സജീവമാകാൻ തുടങ്ങുമ്പോഴാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത്. ഭാര്യ രഹനയും നടിയാണ്. കുറച്ച് സിനിമകളും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ 3 മക്കളാണ് മെഹറിൻ, റെയ്ഹാൻ, റിസ്വാൻ എന്നിവർ. തന്റെ ബാല്യകാലം നവാസ് എപ്പോഴും അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. മലയും പുഴയും നെൽപ്പാടങ്ങളുമുള്ള നാടായിരുന്നു വടക്കാഞ്ചേരി. ഉത്രാളിക്കാവ് പൂരം കേരളമെങ്ങും പ്രസിദ്ധമായിരുന്ന അനശ്വര സംവിധായകനായ ഭരതന്റെ വീടും വടക്കാഞ്ചേരിയിലായിരുന്നു. ബാപ്പയ്ക്ക് ഒരു 4 സഹോദരങ്ങളായിരുന്നു. ഓടിട്ട ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങളുടേത്. ഇന്നത്തെ കാലത്ത് കലാകാരന്മാർക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. ദാരിദ്ര്യത്തിലും സ്നേഹം. ധാരാളമുള്ള കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടേത്. എറണാകുളത്തായിരുന്നു ഉമ്മയുടെ തറവാട്. കലാജീവിതത്തിന് തുടക്കം മുതൽ 20 വർഷത്തോളം ഞാൻ അവിടെയാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ 3 മക്കളാണ്. എന്റെ സഹോദരൻ നിയാസിനെ അറിയാത്തവർ കുറവാണ്. മഴവിൽ മനോരമയിലെ മറിമായത്തിലെ കോയിയായും ശീതളനായും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് നിയാസും. ഒരു സഹോദരൻ കൂടിയുണ്ട്, നിസാം. അന്നത്തെ കഷ്ടപ്പാടിലും ഞങ്ങൾ ഒത്തൊരുമയോടെ കഴിഞ്ഞ ആ ഒരു സ്നേഹം ഇന്ന് നിലനിർത്താൻ കഴിയുന്നു എന്നതായിരുന്നു അനുഗ്രഹം. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. നവാസ് ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ്. അദ്ദേഹം ആലുവയിൽ ഉണ്ടാക്കിയ മണ്ണ് വീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു. ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ നവാസ് പറയുന്നുണ്ട്. വിവാഹശേഷം ഞങ്ങൾ ആലുവ ചൂണ്ടി എന്ന സ്ഥലത്താണ് വീട് പണിതത്. പിന്നീട് വർഷങ്ങളും അവിടെയായിരുന്നു താമസം. 2 നില വീടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു വീട് വാങ്ങിയപ്പോൾ രഹന അവിടെ ഡിസൈൻ വസ്ത്രങ്ങളുടെ കടയും താഴെ നഴ്സറി കുട്ടികൾക്കായി ഒരു സ്കൂളും തുടങ്ങി. നവാസിന്റെ മണ്ണുകൊണ്ടുള്ള വീടും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. നഗരത്തിന്റെ ബഹളത്തിൽ നിന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ആലുവ 4-ാം മൈൽ എന്ന സ്ഥലത്ത് വീട് വെച്ചു. അത് മണ്ണുകൊണ്ടുള്ള വീടായിരുന്നു. സാഹിത്യകാരി സാറാ ജോസഫിന്റെ മരുമകനായ ആർക്കിടെക്ട് ശ്രീനിവാസനാണ് കേരള തനിമ നിറയുന്ന 1 നില വീട് പണിതത്. ഈ വീട്ടിൽ ഇപ്പോഴും സുഖകരമായിട്ടുള്ള കാലാവസ്ഥയാണ് എന്നായിരുന്നു ഇന്റർവ്യൂവിൽ നവാസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു മണ്ണ് വീടും പൂർത്തിയാകാത്ത സ്കിറ്റുകളും എല്ലാം വിട്ട് നവാസ് യാത്രയാവുകയാണ്.